കഴിഞ്ഞ ദിവസം കാസർഗോഡ് ഒരു വിചിത്രമായൊരു കാഴ്ച ഉണ്ടായി. വിചിത്രമായ കാഴ്ച എന്ന് പറയാൻ കാരണമുണ്ട്. ബന്ധുക്കൾ ഉപേക്ഷിച്ച ഹൈന്ദവനായ ഒരു വ്യക്തിക്ക് ചിത ഒരുക്കിയ മുസ്ലിം സ്ത്രീ. കഴിഞ്ഞ ദിവസം ഉപ്പള ചെറുകോളി പൊതുശ്മശാനം സാക്ഷ്യം വഹിച്ച ഈ കാഴ്ചയ്ക്ക് ചന്തമേറെയാണ്. മതമല്ല പ്രധാനം, മനുഷ്യത്വമാണ് മുഖ്യം എന്ന് തെളിയിച്ചത് കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് അംഗം ഇർഫാന ഇക്ബാലാണ്. ഇർഫാനയ്ക്ക് ഇപ്പോൾ പൊതുസമൂഹത്തിൽ നിന്ന് വലിയ കയ്യടി ലഭിക്കുകയാണ്. അർബുദബാധിതനായി ആരോരുമില്ലാതെ ഒറ്റപ്പെട്ട് കഴിഞ്ഞിരുന്ന വ്യക്തിയായിരുന്നു നാരായണന്റെ മൃതദേഹം ഹൈന്ദവാചാരപ്രകാരം ദഹിപ്പിച്ചത് ഇർഫാൻ. സ്വന്തം മതത്തിൽ നിന്ന് എതിർപ്പുണ്ടായിരുന്നതെല്ലാം അവഗണിച്ചാണ് ഇർഫാൻ നാരായണന്റെ ചിതയ്ക്ക് തീ കൊളുത്തിയത്. മതമൈത്രിയും മതസൗഹാർദ്ദവും മാനവ സാഹോദര്യവും ഒക്കെ ഉയർന്നു നിന്ന ചില നിമിഷങ്ങൾ. നാരായണ വായിൽ ക്യാൻസറായിരുന്നു. ക്യാൻസർ ബാധിച്ച് ഉപ്പളയിലെ കടവരാന്തയിൽ മരണാസന്നനായി കിടന്ന നാരായണനെ ഏകദേശം ഒരു മാസം മുൻപാണ് കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് അംഗവും വനിതാ ലീഗ് നേതാവുമായ ഇർഫാന ഇക്ബാലിന്റെ നേതൃത്വത്തിലുള്ള ഷെയ്ഖ് സായിദ് ഫൗണ്ടേഷൻ പ്രവർത്തകർ പരിചരിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചത്. ചികിത്സയിലിരിക്കെ കഴിഞ്ഞ ദിവസം നാരായണൻ മരിച്ചു. എന്നാൽ ബന്ധുക്കൾ ആരും മൃതദേഹം ഏറ്റെടുക്കാൻ തയ്യാറായില്ല. ഇതോടെ പോലീസ് ബന്ധുക്കളെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി സമ്മതപത്രം ഒപ്പിട്ട് വാങ്ങി. പിന്നീട് മൃതദേഹം ഏറ്റുവാങ്ങിയ ഇർഫാന സ്വന്തം ചെലവിൽ ആംബുലൻസിൽ ഉപ്പള ചെറുകോളി പൊതുശ്മശാനത്തിൽ എത്തിക്കുകയായിരുന്നു. തെരുവിൽ ഉപേക്ഷിക്കപ്പെട്ട 50ഓളം വൃദ്ധരെ സംരക്ഷിക്കുന്ന ഉപ്പളയിലെ ഷെയ്ഖ് സായിദ് വൃദ്ധസദനത്തിന്റെ സ്ഥാപക കൂടിയാണ് ജില്ലാ പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷയായ ഇർഫാന ഇക്ബാൽ. മതസൗഹാർദ്ദത്തിന്റെയും മനുഷ്യ സ്നേഹത്തിന്റെയും ഉദാത്തമായ മാതൃക കാണിച്ചു കൊടുത്തിരിക്കുകയാണ് കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് അംഗം ഇർഫാന. ഉറ്റവർ ഉപേക്ഷിച്ച് ഇതര മതസ്ഥനായ ഒരു വയോധികന്റെ മൃതദേഹം ഏറ്റെടുത്ത് അയാളുടെ മകളുടെ സ്ഥാനത്ത് നിന്ന് ഹൈന്ദവ ആചാരപ്രകാരം ചിതയ്ക്ക് തീ കൊളുത്തുക എന്ന് പറഞ്ഞാൽ അത് മാതൃകാപരമായ കാഴ്ച തന്നെയാണ്. അതും മുഹറം വ്രതമെടുക്കുന്ന വേളയിലായിരുന്നു. സമുദായത്തിൽ നിന്നുള്ള എതിർപ്പുകൾ പോലും വകവയ്ക്കാതെ മതത്തെക്കാൾ വലുതാണ് മനുഷ്യത്വം എന്ന് ഇർഫാന തെളിയിച്ചത്. മഞ്ചേശ്വരം പോലീസ് വിവരം അറിയിച്ചതിനെ തുടർന്ന് നാരായണന്റെ 2 ഭാര്യമാരും മക്കളും സഹോദരിയും മൃതദേഹം ഏറ്റെടുത്ത് സംസ്കരിക്കുന്നതിനായി ഇർഫാനയ്ക്ക് സമ്മതപത്രം നൽകുകയായിരുന്നു. ഈ സമ്മതപത്രം മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിന് കൈമാറിയതാണ് മൃതദേഹം വിട്ടുകിട്ടിയത്. തുടർന്ന് ആംബുലൻസിൽ ഉപ്പളയിൽ എത്തിച്ച മൃതദേഹം ചെറുകോളി പൊതുശ്മശാനത്തിലേക്ക് മാറ്റി. അവിടെ വച്ച് മകളുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഹൈന്ദവാചാര പ്രകാരമുള്ള അന്ത്യകർമ്മങ്ങൾ നിർവഹിച്ച ഇർഫാൻ നാരായണന്റെ ചിതയ്ക്ക് തീ കൊളുത്തുകയായിരുന്നു. സാമൂഹ്യ പ്രവർത്തകരായ റിയാസ് പിലാത്ര, മഹമ്മൂദ് കൈക്കമ്പ തുടങ്ങിയവരും കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി. അപ്രതീക്ഷിതമായി ലഭിച്ച ഈ നിയോഗം പൂർത്തിയാക്കാൻ കഴിഞ്ഞതിൽ വലിയ തൃപ്തിയുണ്ടെന്ന് ഇർഫാൻ ഇക്ബാൽ പറയുന്നു. നിലവിൽ ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കൂടിയായ ഇർഫാന ഇക്ബാൽ ഉറ്റവർ നഷ്ടപ്പെട്ട തെരുവിൽ ഉപേക്ഷിക്കപ്പെടുന്ന അഗതികൾക്കായി ഷെയ്ഖ് സായിദ് വൃദ്ധസദനം നടത്തുകയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.